ഖത്തറിൽ നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ തണുപ്പുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല എന്നും പറഞ്ഞിട്ട് ഞാനിതാ പുറത്ത് കറങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ, ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് പോകുന്ന അസർബൈജാനി ബീച്ചിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ഒരു ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വഴികളൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഇട്ടൊക്കെ അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ ഫാമിലിയോടൊപ്പം എല്ലാവരുമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യും, എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോകണം, ആരും വേണ്ട, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, ആരും വേണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഗൾഫിലൊക്കെ ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ആ ഒരു വിലയൊക്കെ മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും അല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം ഒരു പ്രത്യേക തരം എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഡെയിലി നമുക്ക് പുറത്ത് പോകാൻ തുടങ്ങി. ഇപ്പോൾ റീക്കാക്കാണെങ്കിൽ ലീവും കൂടെയാണ്, റീക്ക ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അസർബൈജാനി ബീച്ചിലോട്ട് പോയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, പിന്നെ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കോമൻറ്റും ചെയ്തോ. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും കൂടെ അസർബൈജാനി ബീച്ച് ഇതായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നേരം കറങ്ങി കേട്ടോ, കാരണം വഴി അറിഞ്ഞുകൂടാതെ കറങ്ങിയതാണ്. പിന്നെ വിശന്ന് തളർന്ന്, അതുകൊണ്ട് തന്നെ കുറേ കറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ ഫുഡ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നു, പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ എന്തായാലും ലേറ്റ് ആവുമെന്ന് അറിയാം. അതുകൊണ്ട് പാക്ക് ചെയ്തുകൊണ്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചൊക്കെ ചോറും കറിയൊക്കെ കഴിക്കുമ്പോൾ അത് പ്രത്യേക തരം നമുക്കൊരു വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ലേ. വീട്ടിലിരുന്ന് കഴിക്കുന്നതിനേയും കാട്ടി വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ചോറ് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കഴിക്കാതിരിക്കുകയാണ്, വേറൊന്നുമല്ല, ഇവന് ആഹാരം കൊടുത്തിട്ട് പിന്നെ ആരെങ്കിലും ഇവന് മേടിച്ചാലല്ലേ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, സമാധാനത്തിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം എംബ്രൂനെ മേടിച്ചപ്പം ഞാനിരുന്ന് സമാധാനത്തിൽ ഞാനും എൻ്റെ ലഞ്ച് കഴിച്ചു. അങ്ങനെ ഇതാ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും വീഡിയോയിൽ. ഇങ്ങനെ മഴത്തുള്ളി വീണുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത്. തണുപ്പത്ത് എല്ലാവരും സമ്മറിലായിരിക്കും ബീച്ചിൽ വരുന്നത്, നമ്മൾ നേരെ തിരിച്ച് വിൻ്ററിൽ, അതും മഴയത്താണ് ബീച്ചിൽ വരുന്നത്. മഴയാണെങ്കിലും റീക്ക പറഞ്ഞ് കുഴപ്പമില്ല, വാ ബീച്ചിൽ പോകാമെന്നും പറഞ്ഞ്, അതൊരു വേറെ നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ മഴയത്ത് ബീച്ചിൽ. നമ്മൾ ജോർജിയ പോയപ്പോൾ മഴയത്ത് കൈക്കിങ് ചെയ്ത പോലെ അതേപോലെ ആയിപ്പോൾ മഴയത്ത് വന്നത് ആ ബീച്ചിൽ നിൽക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത് നല്ല രസമുണ്ട് ബീച്ചിലിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വ്യൂ. എമ്രുവിന് മഴയായത് കാരണം ആദ്യം ഞാൻ പുറത്തിറക്കിയില്ല. പിന്നെ അവന് കുറച്ച് നേരം കാറി കളിക്കാൻ കൊടുത്തേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെയും കൂടെ എടുത്തുകൊണ്ട് വന്നു, കാരണം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പം മഴ തോർന്നു കേട്ടോ, കുറച്ച് മഴ പെയ്യുന്നത് കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ അവനെ പുറത്തിറക്കിയത്. അപ്പോൾ ഖത്തറിൽ ഇരുന്ന് ഈ വീഡിയോ കാണുന്നവർ കോമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഖത്തറിൽ എവിടെയാണ്, മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഈ വീക്കെൻഡ് ആണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല മഴയായിരുന്നു. ഒരു ദിവസം നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല. ഒരു ദിവസം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ഒരാഴ്ച ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും കറങ്ങാൻ പോയി. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു, പ്രത്യേകിച്ച് അൽക്കോറിലൊക്കെ നല്ല മഴ, ദോഹയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. മഴയും കൂടെ വന്നപ്പോൾ ഇവിടുത്തെ തണുപ്പാണെങ്കിൽ പിന്നെ പറയാതിരിക്കാൻ വയ്യ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ മഴയും കൂടെ വന്നപ്പോൾ ഞാൻ വെച്ചപ്പോൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് ഈ മഴയത്ത് നല്ല ചായയും ബജിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. എമ്മുറിനാണെങ്കിൽ തൊപ്പി വെച്ച് കൊടുത്താൽ അപ്പോൾ അവൻ തലയിൽ നിന്ന് വലിച്ച് ഇളക്കി കളയും. അവന് ഇഷ്ടമില്ല തലയിൽ, നമുക്കാണെങ്കിലും തലയിൽ എന്തോ ഇരിക്കുന്ന പോലെ ഫീൽ ആവുമല്ലോ. അപ്പോൾ പിന്നെ ബേബിയുടെ കാര്യം പറയണ്ട, അവനും വേണ്ട തോന്നുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ വലിച്ച് കളയുന്നത്. എന്നാലും പിന്നെ പുറത്തൊക്കെ അവന് തൊപ്പി വെച്ച് ഉടനെ പുറത്ത് ഞാൻ ഇറക്കും, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പുറത്ത് പോകണം, അതുകൊണ്ട് തൊപ്പി വെച്ചതെന്നുള്ളതൊക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ മിണ്ടാതിരിക്കും കേട്ടോ. അല്ലെങ്കിൽ തൊപ്പി വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ഇറങ്ങാൻ ലേറ്റാവുക വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എല്ലാം വലിച്ചൂരിക്കളയും. അങ്ങനെ ബീച്ചിൽ വന്ന് അടിച്ച് പൊളിച്ചതിന് ശേഷം ഇനി തിരിച്ചു പോകാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടുകളാണ്. ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും എന്തെങ്കിലും വന്നത് ചൊറിയണം, പിന്നെ ചൊറിയാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴാണ് റീക്ക വീഡിയോ ആയിട്ടും കൂടെ എടുത്തു തന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അടുത്തൊരു ഹൗസ് ഓഫ് ടീ ഉണ്ട്, അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഞാൻ വ്ളോഗ് എടുത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്കാണ്, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരുന്ന പെണ്ണ് റീക്ക പറഞ്ഞാൽ പിന്നെ നമുക്ക് ഖത്തറിൻ്റെ നോർത്തിൽ നീ പോയിട്ടില്ലല്ലോ, നമുക്ക് നോർത്ത് വരെ ഒന്ന് പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ അൽ ഷമാലാണ് കേട്ടോ. അപ്പം നോർത്തിൽ പോവുകയാണ്, ഏറ്റവും എൻഡെന്ന് വേണം പറയാൻ. അപ്പം നോർത്തിൽ അൽ ഷമാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പം നോക്കിയപ്പം ഇവിടെയും എൻ്റെ വിചാരമല്ല ഇവിടെ നിന്ന് ആരും ഇല്ല എന്നൊക്കെയാണ്. ഇവിടെയും നമ്മൾ ആൾക്കാരൊക്കെ പോലെ ഒരു എല്ലാ ആൾക്കാരും ഒക്കെ ഉള്ള എല്ലാ കടകളും ഇതൊക്കെ ഉള്ള ഫാമിലിയൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് നേരം നമ്മൾ ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ നമ്മളിവിടെ കാറിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മളിവിടെ മാർക്കറ്റ് കണ്ടപ്പം ഫിഷ് മാർക്കറ്റ് അവിടെ പോയി ഫിഷ് മേടിച്ചത്. അങ്ങനെ കുറച്ച് ഫിഷൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്.
എവിടെ പോയാലും ഇപ്പോൾ കാറ് നിർത്തിയാൽ എമറിൻ്റെ വിചാരം അവന് ഫ്രണ്ടിൽ ഇരുത്താൻ വേണ്ടി ആണ് അവൻ്റെ വാപ്പ കാറ് നിർത്തുന്നതെന്നാണ്. നമ്മളേതെങ്കിലും സ്ഥലം എത്തുമ്പോഴായിരിക്കും കാറ് നിർത്തുന്നത്. അതുകൊണ്ട് ഫുൾ അലുമ്പാണ്, അതേ ഒരു ശീലമായി. അങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ പോട്ടെ എന്നും പറഞ്ഞ് അവനെ കാറിലിരുത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പോയി റെസ്റ്റ് എടുക്കണം. ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ, രാത്രിയായി, ലേറ്റായി വീടെത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഇനിയൊരു പുതിയ വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ഒന്ന് വേഗം സബ്സ്ക്രൈബും ചെയ്തോ. പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.